പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് പറഞ്ഞപ്പോൾ ഇവർ എല്ലാം തടയുന്നതിന് വേണ്ടി ഒരു പശ്ചാത്തലം ഒരുക്കാനാണ് ധവളപത്രം ഇറക്കിയത്. ധവളപത്രം കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് ഇറക്കിയതും അതിനുവേണ്ടി തന്നെയാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള കട്ടിങ് വരുന്നു. ഇന്ന് തന്നെ ഒരാൾ, എനിക്കൊരു പരിചയമില്ല, വിളിച്ചിട്ട് ഈ കണക്റ്റ് വർക്കിൻ്റെ പണം കിട്ടാത്തതിനെ പറ്റിയും സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പണം കിട്ടാത്തതിനെ പറ്റി ചോദിക്കുകയാണ്. കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് പണം കിട്ടുന്നില്ല. അതിനേക്കാൾ ഏറ്റവും ഗുരുതരമായി ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊന്നും പണം കൊടുത്തിട്ടേ ഇല്ല. ഇപ്പോൾ ഈ ഗഡു പണം കൊടുക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് മൂന്നാമത്തെ ഗഡു 2000 ചില്ലാനം കോടി രൂപ കൊടുക്കാനുണ്ട്. കൊടുക്കാൻ ധനകാര്യ വകുപ്പിൽ നിന്ന് മന്ത്രിയെ ഒപ്പിട്ട് പേപ്പർ പോയി. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയമായതുകൊണ്ട് ചീഫ് സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും സ്വാഭാവികമായും അവർ ഇത്രയും വലിയ തുക ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം മേടിക്കണം. ആ കത്ത് ഇലക്ഷൻ കമ്മീഷന് പോയി. പണം നമ്മുടെ ഇല്ലാഞ്ഞിട്ടല്ല, 6300 കോടി രൂപ ഖജനാവിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ കണക്ക് നിങ്ങൾക്കറിയാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അനുവാദം തന്നില്ല. ഇത് അസംബ്ലിയിൽ നമ്മൾ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ അനുവാദം കൊടുക്കേണ്ടതാണ്. ഇത് ആ വർഷം അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം അതിന് പിന്നെ കൊടുക്കുന്നതിനുള്ള സ്പിൽ ഓവർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പതിവുണ്ട്. ആ പണം കൊടുത്തില്ല. ഈ വർഷം ആദ്യം കൊടുക്കേണ്ട പണവും ഇതുവരെ കൊടുത്തിട്ടില്ല. പഞ്ചായത്തുകളിൽ വലിയ പ്രശ്നമാണ്. ഓട്ടിസം പോലെയുള്ള സ്കൂളുകളിൽ അവർക്ക് നടത്തേണ്ട പണം, ചില അംഗൻവാടിക്ക് കൊടുക്കേണ്ടത്, ആശുപത്രിക്ക് കൊടുക്കേണ്ട പണമൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് മുഴുവനും സ്റ്റേറ്റ് ഗവൺമെൻറ്, നേരത്തെയുള്ള ഗവൺമെൻറ് കടമാക്കി പോയി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ 31-ാം തീയതി 6300 കോടിയുണ്ട്, ഇത്രയും പണം ഉണ്ടായിട്ട് അതെന്താ വെച്ചിട്ട് പോകണമായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. ധനകാര്യമന്ത്രി എന്നതിൽ എന്നോട് ചോദിച്ചു ഇത്രയും പണം എന്തിനാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഏപ്രിൽ 9-ാം തീയതി വരുന്ന അല്ലെങ്കിൽ അടുത്ത ഏപ്രിൽ വരുന്ന ശമ്പളം അടക്കം കൃത്യമായി പോകാൻ എപ്പോഴും മാർച്ച് മാസം അവസാനം അല്പം പണം ഉണ്ടാവും. അതിനകത്ത് ഈ കൊടുക്കേണ്ട പണം കൊടുത്തിട്ടില്ല. പഞ്ചായത്തുകളിൽ പകുതി കൂടുതൽ സ്ഥാപനങ്ങളും പകുതി സ്ഥാപനങ്ങളെങ്കിലും UDF ആണ്. അവിടെ മെമ്പർമാരുടെയൊക്കെ മറ്റ് വെൽഫെയർ ഫണ്ട് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു, അതൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല പഞ്ചായത്തുകൾ സ്റ്റാൻഡ് സ്റ്റില്ലായിരിക്കുന്നു. അപ്പോൾ അത് മനഃപൂർവ്വം ഓരോ മേഖലയിലും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയുണ്ട്, ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമമാണ്. രണ്ടാമത്തെ കാര്യം, ധനകാര്യസ്ഥിതിയിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം ഇവിടെ സംസാരിച്ചുകൊണ്ട് പിണറായി സാഹബ് പറഞ്ഞു 5 ലക്ഷം കോടിയിലേക്ക് എത്തി. 6 ലക്ഷം കോടിയാണ് കടമെന്നാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്ലസ് 1.25 ലക്ഷം കോടി രൂപ അല്ലാതെയുള്ള കടമുണ്ടെന്ന് പറഞ്ഞു. ആ 1.25 ലക്ഷം കോടി രൂപ ഇപ്പോൾ കണക്ക് നോക്കിയപ്പോൾ 48,000 കോടിയേ ഉള്ളൂ. ഇവരെല്ലാ കണക്കൂടെ കൊണ്ടുവന്നിട്ടും അതില്ല. 6 ലക്ഷം കോടി എന്ന് പറഞ്ഞത് സാധാരണഗതി 6 ലക്ഷം കോടി ആയേനെ നേരത്തെയുള്ള ഗ്രോത്ത് അനുസരിച്ച്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് കാരണം വെട്ടിക്കുറച്ച് ഇപ്പം മിനിഞ്ഞാന്ന് മറ്റോ വന്നിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള AGയുടെ ഓഡിറ്റിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് 4,80,000 കോടിയേ ഉള്ളൂ. 5 വർഷമായപ്പോൾ 4,80,000 കോടിയാണ്. ഇവർ 5,07,000 കോടി എന്ന് പറഞ്ഞു. എന്തായാലും 6 ലക്ഷം കോടിയില്ല. ഏറ്റവും കുറഞ്ഞ വർധന ഇവിടെ സർ പറഞ്ഞു 60% ഏറ്റവും അവസാനം വർദ്ധിച്ചത്. കോവിഡ് സമയത്താണ് തൊട്ട് മുമ്പത്ത് അല്പം കുറച്ച് കൂടുതൽ വന്നത്. അപ്പം പോലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത്രയില്ല. ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നൊരു ഘട്ടം, ബുദ്ധിമുട്ട് വന്ന ഘട്ടം രണ്ടാം ഗവൺമെൻറ് ആദ്യത്തെ 3 വർഷമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം, വലിയ തോതിലുള്ളായിരുന്ന സാമ്പത്തിക തളർച്ച. 1-ാം വർഷം 1,63,000 കോടിയെ നമുക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ. 2-ാം വർഷം 1,59,000 കോടി ചിലവാക്കാൻ പറ്റുള്ളൂ. 3-ാം വർഷം 1,60,000 കോടി ചിലവാക്കാൻ പറ്റുള്ളൂ. ഇത് ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ഞാൻ പറയുന്നത്. ഈ 3 വർഷം സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാവുന്നതല്ല. പക്ഷേ ആ സ്റ്റാഗ്നേഷൻ സമയത്തും ഏതെങ്കിലും പേയ്മെൻറ്റ് കാര്യമായി തടഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് അറിയാത്തത്. ഒരിക്കലും 3 വർഷം ഗ്രോത്ത് ഓരോ വർഷം കൂടേണ്ടതിന് പകരം 3 വർഷം ഗ്രോത്ത് കൂടിയില്ല. എന്ന് വെച്ചിട്ട് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം 33,000 കോടിയിൽ നിന്ന് ഗ്രാൻറ്റുകൾ 7,000 കോടിയിലേക്ക് ചുരുങ്ങി. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് നിർത്തി. അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ 12,000 കോടി വെച്ച് തൊട്ട് മുമ്പ് വരെ കിട്ടിക്കൊണ്ടിരുന്നത് 2022 തൊട്ട് കിട്ടിയില്ല. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെ ബോറോയിങ് കൂടി വെട്ടിക്കുറച്ചു. ഇങ്ങനെ വന്ന കുറവ് കൊണ്ടാണ് ഈ 1,60,000 കോടിയിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ഇത്രയും വെട്ടിക്കുറച്ചിട്ട് പിടിച്ചു തന്നത്. ഇവിടെ പറഞ്ഞു എതെങ്ങനെയാണ് വരുമാനം നമ്മൾ ഇരട്ടിയായി വർദ്ധിച്ചു. എന്നിട്ട് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വന്നു. ആ 3 വർഷമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നത്. പക്ഷേ ഇവർ വിചാരിച്ചത് ഖജനാവ് അടച്ചുപൂട്ടുമെന്ന്, അടച്ചുപൂട്ടിയില്ല. 4-ാം വർഷം നമ്മൾ 1,73,000 കോടിയിലേക്ക് എത്തി. 5-ാം വർഷം ഏറ്റവും ലാസ്റ്റ് വർഷം 1,93,000 കോടി ചിലവാക്കി. അപ്പോൾ ഗ്രോത്ത് വന്നു. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടാണെന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ധവളപത്ര വിദഗ്ധന്മാർ എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട ആളുകളാണല്ലോ, പഴയ ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാക്കിയ കണക്കനുസരിച്ച് ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് അവരെല്ലാം തിരുത്തി വെട്ടിക്കുറച്ച് വന്നത് എത്ര? 2,27,000 കോടി. ഞങ്ങൾ വെച്ച കണക്ക് 2,39,000 കോടിയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റൂടെ കിട്ടണം. അത് കിട്ടുന്നില്ല, തരേണ്ടതാണ്. ഇപ്പോഴും അത് ക്ലോസ് ചെയ്തിട്ടില്ല, തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞു. ഏതായാലും മുഖ്യമന്ത്രി അതിനകത്ത് ഈൽഡ് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റൊരു മുഖ്യമന്ത്രിയായ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി
ഇതിൻ്റെ പേരിൽ അവിടെ പ്രമേയം പാസ്സാക്കി ഡൽഹിയിൽ പോയിട്ട് മന്ത്രിമാരെ കണ്ടു. ശമ്പളം ഈ പണം കിട്ടാത്തതുകൊണ്ട് 30% കുറച്ചു ഹിമാചൽ പ്രദേശിൽ. അപ്പോൾ കിട്ടേണ്ടതാണ് ആ പണം. എന്നാലും അത് കുറച്ചിട്ടാണ് അവർ തയ്യാറാക്കിയ ബഡ്ജറ്റ്. നിങ്ങൾ നോക്കണം, 2,27,500 കോടിയാണ് ഈ വർഷത്തെ ബഡ്ജറ്റ്. ഈ കണക്കെല്ലാം വെട്ടിക്കുറച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര കൂടുതൽ? 30,000 കോടി. ശ്രീ വി ഡി സതീശൻ പറയുന്ന കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാളും എത്ര വെട്ടിക്കുറച്ചാലും 30,000 കോടി രൂപ അധികമുണ്ട് ഈ വർഷം എന്ന് പറഞ്ഞാൽ 15% കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാളും അധികം ചിലവാക്കാനുണ്ട്. ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 6%. 7% താഴെ. 6% ഗ്രോത്ത് റേറ്റുള്ളൊരു രാജ്യത്ത് നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ആക്ച്വൽ റിസീറ്റ്സ്, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ 15% വർദ്ധിക്കുന്ന തരത്തിലേക്കാണ് ഈ ഗവൺമെൻറ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയ ശ്രമം നടത്തി. ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാ വകുപ്പും ചേർന്ന് നടത്തിയ ഒരു വലിയ ശ്രമമുണ്ട്. ഈ നമ്മുടെ ഈ വർഷത്തെ 16th ഫിനാൻസ് കമ്മീഷൻ്റെ തുക വർദ്ധിപ്പിക്കണം. അത് വർദ്ധിച്ചു. 10,000 കോടിയാണ് അതിൻ്റെ പേര് വർദ്ധിക്കുന്നത്. അങ്ങനെ മറ്റു പല വരുമാന വർധനയും വന്നു. ഇപ്പോൾ GSTയിലും നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. പൊതുവിൽ എക്കണോമി കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. അപ്പോൾ 30,000 കോടി രൂപ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കെടുത്തോ? കഴിഞ്ഞ 10-20 വർഷത്തെ കണക്കെടുത്താൽ ഒറ്റ വർഷം കൊണ്ട് 15% വർധന ഒരു വർഷവും വന്നിട്ടില്ല. ഈ KM ചന്ദ്രശേഖർ അടക്കമുള്ളവർ വെട്ടിക്കുറച്ചതിന് ശേഷവും വന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഈ വരുമാനം ഉണ്ടില്ല. അങ്ങനെ വരുമാനം വരുന്ന തരത്തിലേക്ക് എക്കണോമി മാറുന്നതിന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ വലിയ പ്രവർത്തനമുണ്ട്. അതിന് കിഫ്ബിയുടെ പ്രവർത്തനമുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനം വന്നുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ട്. അങ്ങനെ വന്ന 30,000 കോടി രൂപയും കൂടി വർധനം വന്നൊരു സമയത്തും പറയുകയാണ് ആകെ തകർന്നിരിക്കുന്നു. ആ തകർന്നിരിക്കുന്നു എന്ന് പറയുന്നത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്തിനും പണം കൊടുക്കുന്നില്ല, ആശുപത്രിക്കും പണം കൊടുക്കുന്നില്ല, മറ്റുള്ളിടത്തും പണം കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് വളരെ തെറ്റായ കാര്യമാണ്. പച്ചക്കള്ളം എന്നും പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഈ കണക്കുകൾ വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് വസ്തുതകളുടെ ധവളപത്രം എന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മൾ കാര്യം പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. എന്തായാലും കേരളം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അതിനാണ്. പക്ഷേ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ ഇനിയെങ്കിലും ഈ അധികാരത്തിൽ വന്ന ആളുകൾ തയ്യാറാകണമെന്ന് ബോധ്യപ്പെടുത്താനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് സമൂഹം പറയാനും വേണ്ടിയിട്ടാണ് ഈ രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ആശംസകൾ.